എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചെസ്സ് കളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു മോട്ടിവേഷൻ കാര്യങ്ങൾ പറയുകയാണ്. അതായത് ചെസ്സ് കളി നമ്മളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ആണെങ്കിലും ചിന്താശേഷിയെ, ചിന്തിക്കുന്ന ശീലത്തെ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആഴത്തിൽ ചിന്തിച്ചെടുക്കുന്ന ഒരു ശീലത്തെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബ്രെയിൻ്റെ ആ ഒരു കപ്പാസിറ്റി ഇതിലൂടെ കൂടും. പ്ലാനിങ്, എങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം, മുന്നിലെ കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കളിക്കുന്നൊരു ശീലം ഇതിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇത് ചെസ്സ് കളിയിൽ 2-3 ഓപ്പണിംഗ് ഗെയിമുണ്ട്. അത് തുടക്കത്തിലുള്ളവർ എങ്ങനെ കരുക്കളെ നീക്കണം, മിഡിൽ ഗെയിമുണ്ട്, അതോടൊപ്പം തന്നെ എൻഡ് ഗെയിമുണ്ട്. അപ്പോൾ ഓരോ ഗെയിമിലും എങ്ങനെ കളിക്കണം എന്നതിനെക്കുറിച്ചുള്ള ധാരണ. ഇപ്പം നമ്മളൊരു പ്ലാനുമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം പഠിക്കാനോ മറ്റു കാര്യങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് തുടക്കം എങ്ങനെ നമ്മൾ ചെയ്യണം, അതിൻ്റെ മിഡിൽ ഭാഗമാകുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ എങ്ങനെ അത് തീർക്കണം എന്നുള്ളൊരു ധാരണയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഓരോ അവസ്ഥയിലും ഇപ്പോൾ തുടക്കത്തിലാണെങ്കിൽ ഇതിന് ആർക്കൊക്കെ പ്രാധാന്യം ഉണ്ടാവും, ഒരു കുതിരയ്ക്ക് നൈറ്റിന് പ്രാധാന്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ എൻഡ് ഗെയിമിലാവുമ്പോൾ ഒരു തേരിനായിരിക്കും അതിൻ്റെ കൂടുതൽ റോള് വരുന്നത്. അതോടൊപ്പം തന്നെ ആളിന് എന്താ പറയുന്നത്, പോണിന് ഒരുപാട് ചിലപ്പോൾ പവർ കൂടും, കിങ്ങിന് എന്താ പറയുന്നത്, കിങ്ങിന് അതോടൊപ്പം തന്നെ എൻഡ് ഗെയിമിൽ ചിലപ്പോൾ പവർ കൂടും. അങ്ങനെ മിഡിൽ ഗെയിമിലാണെങ്കിൽ മറ്റുള്ള ചില ഘടകങ്ങൾക്കായിരിക്കും. അപ്പം എല്ലാ ഇതിലും അതിൻ്റെതായ പ്രാധാന്യം വരുന്ന ഒരു സമയം ഉണ്ടെന്ന് കൂടി കാണിച്ചു തരുന്നതാണ്. അത് എവിടെയാണോ അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നത് ആ സമയത്ത് അതിൻ്റെതായ ഒരു പവർ ഓരോ കരുക്കൾക്കും അതിൻ്റെതായ മൂല്യം ഉണ്ടെന്ന് കൂടി കാണിച്ചു തരുന്ന ഒരു ഗെയിം കൂടിയാണ് ചെസ് ഗെയിം. ഇതിൽ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മളുടെ ബ്ലാക്ക് കോയിൻ ഒന്ന് അടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അതായത് 16 32 കോയിനാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ട് ബ്ലാക്ക് കോയിൻ ഒന്ന് അടുക്കുകയാണ്. 8 പോണാണുള്ളത്, 8 ആളുകളാണുള്ളത്. അപ്പോൾ അത് ഫ്രണ്ട് ലൈനിൽ അടുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 8 വൈറ്റിനും 8 കോയിനുണ്ട്. അപ്പോൾ വൈറ്റിൻ്റെ 8 പോണ് അത് ഞാൻ അറേഞ്ച് ചെയ്തു. പിന്നെ തേരാണ്, തേര് രണ്ടുപേരുടെയും 2 സൈഡിലായിട്ട് 2 തേരുണ്ട്. അപ്പോൾ അത് രണ്ടും അറേഞ്ച് ചെയ്തു. പിന്നെ നൈറ്റാണ് കുതിര, ആ കുതിരയെയും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്തു. പിന്നെ ബിഷപ്പാണ് ആന, അപ്പോൾ അതിനെയും നമ്മൾ 2 ഉണ്ട് 2 സൈഡിലും, അത് അറേഞ്ച് ചെയ്തു. അതിനുശേഷം ക്യൂവിനാണ്, ക്യൂൻ 2 അറേഞ്ച് ചെയ്തു. അപ്പോൾ ബ്ലാക്ക് ക്യൂൻ എപ്പോഴും ബ്ലാക്ക് കളത്തിലും വൈറ്റ് ക്യൂൻ എപ്പോഴും വൈറ്റ് കളത്തിലുമായിരിക്കും ഇരിക്കുന്നത്. അതിനുശേഷം എന്താ പറയുന്നത്, കിങ്ങിനെയും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ബ്ലാക്ക് കിങ് വൈറ്റ് കളത്തിലും അതുപോലെ തന്നെ വൈറ്റ് കിങ് ബ്ലാക്ക് കളത്തിലുമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ചെസ് ഗെയിം ഞാൻ ആശംസിക്കുന്നു.